ക്ലാസ് 9 ന്യൂ SCERT ടെക്സ്റ്റ് ബുക്ക് ജോഗ്രഫി പാഠഭാഗങ്ങളാണ് നമ്മൾ ഓഡിയോയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഓഡിയോയിൽ ജോഗ്രഫിയിലെ ലാസ്റ്റ് ചാപ്റ്ററായ ചാപ്റ്റർ 8 തീരങ്ങളിലൂടെ, ഈ ചാപ്റ്ററോട് കൂടി 9th സ്റ്റാൻഡേർഡിലെ ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അടുത്ത ഓഡിയോയിൽ നമ്മൾ ന്യൂ SCERT ടെക്സ്റ്റ് ബുക്ക് 8th സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ 8 തീരങ്ങളിലൂടെ. ഇന്ത്യയുടെ തീരപ്രദേശം ഏകദേശം 7517 കിലോമീറ്ററാണ്. സമുദ്രസഞ്ചാര രേഖകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഹാക്ലൂട്ട് സൊസൈറ്റി തയ്യാറാക്കിയ ജേണൽ എ ജേണൽ ഓഫ് ദി ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കോ ഡ ഗാമ. സമുദ്രസഞ്ചാര രേഖകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഹാക്ലൂട്ട് സൊസൈറ്റി തയ്യാറാക്കിയ ഒരു ജേണലാണ് എ ജേണൽ ഓഫ് ദി ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കോ ഡ ഗാമ. പടിഞ്ഞാറൻ തീരസമതലം നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1740 കിലോമീറ്റർ നീളത്തിൽ ആണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഇതിൻ്റെ വീതി 10 കിലോമീറ്റർ മുതൽ 15 കിലോമീറ്റർ വരെയാണ്. ഇത് ഒരു താഴ്ത്തപ്പെട്ട തീരമാണ്. സബ്മർജ്ഡ് കോസ്റ്റ് ആണ് പടിഞ്ഞാറൻ തീരസമതലം. മറ്റൊരു സവിശേഷതയാണ് തീരത്തോടടുത്ത് കാണപ്പെടുന്ന കായലുകൾ. ധാരാളം കായലുകൾ പടിഞ്ഞാറൻ തീരസമതലത്തോടടുത്ത് നമുക്ക് കാണാം. ഇതിനെ മൂന്നായി തിരിക്കാം. അതായത് പടിഞ്ഞാറൻ തീരസമതലത്തെ മൂന്നായി തിരിക്കാം: ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം ആൻഡ് മലബാർ തീരം. ആദ്യം നമുക്ക് ഗുജറാത്ത് തീരത്തെക്കുറിച്ച് നോക്കാം. റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദാമൻ ദിയു ദാദ്ര നാഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം. ഏതൊക്കെയാണ്? റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദാമൻ ദിയു ദാദ്ര നാഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം. സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായാണ് ഇത് രൂപപ്പെട്ടിട്ടുള്ളത്. ചെറുതും വലുതുമായ ദ്വീപുകൾ, ഉപദ്വീപുകൾ, കടലിടുക്കുകൾ, ചതുപ്പുനിലങ്ങൾ, വേലിയേറ്റ ചാലുകൾ ഇവ ഈ ഭാഗത്തെ പ്രത്യേകതകളാണ്. കപ്പലുകളുടെ ശവപ്പറമ്പായ അലാം കടത്തീരം. അപ്പോൾ ഗുജറാത്ത് തീരസമതലത്തിൽ വരുന്നൊരു പ്രധാന ഭാഗമാണ് ഏത്? കപ്പലുകളുടെ ശവപ്പറമ്പായ അലാങ് കടൽത്തീരം. അടുത്തത് പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂറത്തും വഡോദരയും. ഇതും ഗുജറാത്ത് തീരസമതലത്തിൽ വരുന്നതാണ്. പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂറത്തും വഡോദരയും. മത്സ്യബന്ധന ഹാർബറായ വെരാവലും ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡി കടപ്പുറവും നിരവധി ഉപ്പുപാടങ്ങളും എല്ലാം ഗുജറാത്ത് തീരസമതലത്തോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളാണ്. ഇനി അടുത്തതാണ് റാൻ ഓഫ് കച്ച്. ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചിലെ ഒരു ലവണ ചതുപ്പു നിലമാണ് റാൻ ഓഫ് കച്ച്. ഗുജറാത്തി ഭാഷയിൽ റാൻ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം. മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുകളായി രൂപപ്പെടുന്ന ഇവ മഴ മാറുന്നതോടെ വരണ്ട ലവണ മരുഭൂമി പ്രദേശമായി മാറുന്നു. വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ റാൻ ഓഫ് കച്ച് ലവണ മരുഭൂമിയാണ്. ഏകദേശം 26,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ചതുപ്പു നിലത്തിന് ഗ്രേറ്റർ റാൻ, ലിറ്റിൽ റാൻ എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന റാൻ ഉത്സവം ഇവിടുത്തെ പ്രധാന ആഘോഷമാണ്. അടുത്തതാണ് കൊങ്കൺ തീരം. ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക് ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് കൊങ്കൺ തീരം. 500 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. 500 കിലോമീറ്ററാണ് കൊങ്കൺ തീരത്തിൻ്റെ നീളം. ക്ലിഫുകൾ, ദ്വീപുകൾ, ബീച്ചുകൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. ആർദ്ര കാലാവസ്ഥ അനുഭവപ്പെടുന്ന മേഖലയാണ് കൊങ്കൺ തീരം. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഗോവ. അടുത്തത് സെൻറ്റ് മേരീസ് ദ്വീപിലെ കൽത്തൂണുകൾ. കർണാടകയിലെ ഉഡുപ്പി ജില്ലയിൽ മാൽപേ തീരത്ത് നിന്നും മാറി കടലിലായി സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത ചെറുദ്വീപാണ് സെൻറ്റ് മേരീസ് ദ്വീപ്.
ദ്വീപ് നിറയെ ഷഡ്ഭുജാകൃതിയിലുള്ള കടൽ തൂണുകൾ പോലുള്ള പാറക്കൂട്ടങ്ങൾ കാണാം. ഏകദേശം 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തു വന്ന ലാവ തണുത്തുറഞ്ഞ് രൂപപ്പെട്ടവയാണ് ഇവ. കോളംനാർ ജോയിൻസ് എന്ന ജിയോളജീയ ശിലാമാതൃകയാണിത്. ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. അടുത്തത് മലബാർ തീരം. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന മലബാർ തീരത്തിന് ഏകദേശം 580 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടുതലാണ് ഈ തീരത്തിന്. ക്ലിഫുകൾ, കടൽ സ്തംഭങ്ങൾ, ബീച്ചുകൾ, അഴിമുഖങ്ങൾ, പൊഴികൾ തുടങ്ങി നിരവധി തീരഭൂരൂപങ്ങൾ മലബാർ തീരത്ത് കാണാം. ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ് കായലുകൾ. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ പ്രധാന ദേശീയ ജലപാതയാണ്. കോട്ടപ്പുറം ടു കൊല്ലം എന്ന് പറയുന്നത് ഒരു പ്രധാന ദേശീയ ജലപാതയാണ്. നാഷണൽ വാട്ടർവേസ് 3 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കോട്ടപ്പുറം ടു കൊല്ലം. വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ തീരങ്ങൾ ഉയർന്നു കാണപ്പെടുന്നു. ഇവിടെ ക്ലിഫുകൾ പോലുള്ള ഭൂരൂപങ്ങളും കാണാം. മുഴുപ്പിലങ്ങാട്, ചാവക്കാട്, കോവളം തുടങ്ങിയ ബീച്ചുകൾ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ്. കടലുണ്ടി, കുമരകം, പാതിരാമണൽ തുടങ്ങിയ പക്ഷി സങ്കേതങ്ങൾ ദേശാടന പക്ഷികൾക്ക് സംരക്ഷണം നൽകുന്നു. നാഞ്ചിനാടും കുട്ടനാടും കോൾ നിലങ്ങളും അടങ്ങുന്നതാണ് നെല്ലറകൾ. നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ മത്സ്യബന്ധന ഹാർബറുകളും ഇവിടെ കാണാം. ഇനി അടുത്തതാണ്, അപ്പോൾ നമ്മൾ പടിഞ്ഞാറൻ തീരസമതലത്തെക്കുറിച്ച് മുഴുവനായി പറഞ്ഞു കഴിഞ്ഞു. പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗങ്ങളാണ് മലബാർ തീരം, കൊങ്കൺ തീരം, ഗുജറാത്ത് തീരസമതലം എന്നിവ. ഇനി അടുത്തത് കിഴക്കൻ തീരസമതലം. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വീതി കൂടിയ തീരസമതലമാണ്. മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1800 കിലോമീറ്ററാണ് നീളം. ഇത് ഉയർത്തപ്പെട്ട തീരമാണ്. എന്നാൽ പടിഞ്ഞാറൻ തീരസമതലം താഴ്ത്തപ്പെട്ട തീരമാണ്. ഇത് ഉയർത്തപ്പെട്ട തീരമാണ്. അതായത് എമർജ്ഡ് കോസ്റ്റാണ്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് ഈ തീരസമതലം. അപ്പോൾ കിഴക്കൻ തീരസമതലത്തിനെ നമുക്ക് പല വിഭാഗങ്ങളായി തിരിക്കാം. അതിലൊന്നാണ് വടക്കൻ സിർക്കാർ തീരം. മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതല ഭാഗമാണ് വടക്കൻ സിർക്കാർ തീരം. ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശം ഉൾക്കൊള്ളുന്നു. ഒഡീഷയിൽ ഉത്കൽ സമതലം എന്നും ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാ സമതലം എന്നും അറിയപ്പെടുന്നു. ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയവയാണ് നെല്ലറകൾ. മഹാനദി, ഗോദാവരി, കൃഷ്ണ നദികളുടെ ഡെൽറ്റ പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ സമതല ഭാഗം. മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം ഇന്ത്യയിലെ വലിയ തടാകങ്ങളിൽ ഒന്നാണ്. ആന്ധ്രയിലെ കൊല്ലേരു തടാകമാണ് കിഴക്കൻ തീരത്തെ മറ്റൊരു തടാകം. വിശാഖപട്ടണവും മസൂലിപട്ടണവുമാണ് പ്രധാന തുറമുഖങ്ങൾ. അടുത്തത് കോറമോണ്ടൽ തീരം. കൃഷ്ണ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണ് കോറമോണ്ടൽ തീരം. കാവേരി നദി ഡെൽറ്റയും ഇതിൻ്റെ ഭാഗമാണ്. പ്രധാന തടാകമാണ് പുലിക്കെട്ട് തടാകം. പുലിക്കെട്ട് തടാകത്തിൻ്റെ തീരത്താണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. പക്ഷി സങ്കേതമാണ് പോയിന്റ് കാലിമർ. പിച്ചാവാരം കണ്ടൽക്കാടുകൾ ഇവിടെ കാണാം. മത്സ്യബന്ധന ഹാർബറുകൾ നാഗപട്ടണം, കടലൂർ എന്നിവിടങ്ങളിൽ കാണാം. ചെന്നൈ തീരത്തെ മറീന ബീച്ച് പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. അടുത്തത്, അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതാണ് ദ്വീപുകൾ. ദ്വീപുകളിൽ ആദ്യത്തേതാണ് ലക്ഷദ്വീപ്. കേരള തീരത്തു നിന്നും ഏകദേശം 280 മുതൽ 480 വരെ മാറി 280 മുതൽ 480 വരെ മാറിയ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപുകൾ പവിഴപ്പുറ്റുകളാൽ ചുറ്റപ്പെട്ടവയാണ്. 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന ഈ ദ്വീപ സമൂഹത്തിൽ 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ്. ആന്ത്രോത്ത് ദ്വീപാണ് ഇവയിൽ ഏറ്റവും വലുത്. പവിഴജന്യ മണൽ
സീച്ചുകളും ലഗൂണുകളുമാണ് ഇവിടുത്തെ പ്രധാന സവിശേഷത. മത്സ്യബന്ധനമാണ് പ്രധാന തൊഴിൽ. പ്രധാന മത്സ്യം ചൂരയാണ്. ചൂര മത്സ്യം എടുത്തുണ്ടാക്കുന്ന മാസ ഏറെ പ്രസിദ്ധമാണ്. തെങ്ങാണ് പ്രധാന കാർഷിക വിള. സഞ്ചാരം ഒരു ആധുനിക തൊഴിൽ മേഖലയാണ്. സ്കൂബി ഡൈവിംഗ് പോലുള്ള സാഹസിക വിനോദസഞ്ചാര കേന്ദ്രവും ഇവിടെ വളർന്നു വരുന്നു. അടുത്തത് ലഗൂൺ. കടൽ തീരങ്ങളിൽ മണൽത്തട്ടകളാലോ പഴുവപ്പുറ്റുകളാലോ കടലിൽ നിന്നും വേർതിരിക്കാനും പറ്റുള്ള ആഴം കുറഞ്ഞ ജലാശയങ്ങളാണ് ലഗൂണുകൾ. അടുത്തത് പവിഴദ്വീപുകൾ. കോറൽ പോളിപ്പുകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴദ്വീപുകൾ രൂപം കൊള്ളുന്നത്. കോറലുകളിലൂടെ സ്രവമായ കാൽസ്യം കാർബണേറ്റുകളാണ് പവിഴ പുറ്റുകളിൽ രൂപപ്പെടുന്നതിന് സഹായമാകുന്നതിന് കാരണമാകുന്നത്. ഉഷ്ണമേഖലയിൽ തീരത്തോട് ചേർന്ന് തെളിഞ്ഞ ജലമുള്ള താരതമ്യേന ആഴം കുറഞ്ഞ കടലുകളിലാണിവ വളരുന്നത്. ഇന്ത്യയിൽ ലക്ഷദ്വീപിനെ കൂടാതെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മാന്നാർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിലാണ് പൊതുവെ കാണപ്പെടുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. അഗ്നിപർവ്വതജന്യ ദ്വീപുകളാണ്. ഈ ദ്വീപസമൂഹത്തെ ആൻഡമാൻ ദ്വീപുകൾ, നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെ വേർതിരിക്കുന്ന കടൽഭാഗം 10 ഡിഗ്രി ചാനൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് നിക്കോബാർ ദ്വീപസമൂഹത്തിലാണ്. 572 ചെറുതും വലുതുമായ ദ്വീപുകൾ ഉള്ളതിൽ 38 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റമായ ഇന്ദിരാ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ്. 2004 സുനാമിയിൽ ഈ ഭാഗം 4 മീറ്ററോളം കടലിൽ മുങ്ങിപ്പോയി. ധാരാളം മഴ ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ ധാരാളമായി വളരുന്ന ഒരു പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അടുത്തതാണ് തീരഭൂരൂപങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗം അറിയപ്പെടുന്നത് ക്ലിഫുകൾ എന്നാണ്. സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തിരശിലാഭാഗത്ത് തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്നും സമുദ്രഗുഹകൾ രൂപപ്പെടുന്നു. കാലക്രമേണ നിരന്തരമായ അപരദന പ്രക്രിയയിലൂടെ ഇരു ഗുഹകളും കൂടിച്ചേർന്ന് കമാന ആകൃതി കൈവരിക്കുന്നു. ഇതാണ് സമുദ്രകമാനം. സമുദ്രകമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർ അപരദനത്തിലൂടെ തകരുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന കമാന ഭാഗം തീരത്തു നിന്നും വേർപെട്ട് ഒരു തൂണുപോലെ ബാക്കിയാവുന്നു. ഇവയാണ് സമുദ്രസ്തംഭങ്ങൾ. വേലിയേറ്റ നിരപ്പിനും വേലിയിറക്കത്തിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണൽ, ചരൽ എന്നിവ അടിഞ്ഞു രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപണമാണ് ബീച്ചുകൾ. കടൽ തീരത്ത് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്ന താൽക്കാലിക മണൽത്തിട്ടകളാണ് പൊഴികൾ. കടലിൽ നിന്ന് കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടകളാണ് മണൽ നാക്കുകൾ. എന്താണ് പൊഴികൾ? കടൽ തീരത്തിന് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്ന താൽക്കാലിക മണൽത്തിട്ടകളാണ് പൊഴികൾ. കരയിൽ നിന്ന് കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടകളാണ് മണൽ നാക്കുകൾ. തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഉഷ്ണമേഖലയാണ് തീരപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതെങ്കിലും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥയാണ്. ഇവിടെ അത്യുഷ്ണമോ അതിശൈത്യമോ അനുഭവപ്പെടാറില്ല. സമുദ്ര സാമീപ്യമാണ് ഇതിന് കാരണം. കരയും കടലും വ്യത്യസ്തമായാണ് ചൂടുപിടിക്കുന്നത്. കര പെട്ടെന്ന് ചൂടുപിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. കടൽ സാവധാനത്തിൽ ചൂടുപിടിക്കുകയും സാവധാനത്തിൽ തണുക്കുകയും ചെയ്യുന്നു. ഇത് കടൽക്കാറ്റും കരക്കാറ്റും രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഈ കാറ്റുകൾ തീരപ്രദേശത്തെ ദിനാന്തരീക്ഷ സ്ഥിതി മിതപ്പെടുത്തുന്നു. അടുത്തത് കടൽക്കാറ്റും കരക്കാറ്റും. തീരപ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിൽ കര വേഗം ചൂടുപിടിക്കുന്നു. ഇതുമൂലം കരഭാഗത്തെ വായു മുകളിലേക്ക് ഉയരുകയും ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം കടലിൽ താരതമ്യേന ചൂട് കുറവും ഉച്ചമർദ്ദവുമായിരിക്കും. അതിനാൽ ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശമായ കരയിലേക്ക് വായു പ്രവേശിക്കുന്നു. ഇതാണ് കടൽക്കാറ്റ്.
അടുത്തത് രാത്രികാലങ്ങളിൽ കരപ്രദേശത്ത് ചൂട് താരതമ്യേന വേഗത്തിൽ കുറയുന്നത് കാരണം ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. എന്നാൽ കടലിൽ കരയേക്കാൾ താരതമ്യേന ചൂട് കൂടുതലായതിനാൽ ന്യൂനമർദ്ദം ആയിരിക്കും. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയായ കരയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയായ കടലിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണ് കടൽക്കാറ്റ്. കിഴക്കൻ തീരങ്ങളിൽ കോറമൻഡൽ തീരത്ത് മഴ ലഭിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. മൺസൂൺ കാറ്റുകളുടെ പിൻവാങ്ങൽ കാലമാണിത്. ഈ പിൻവാങ്ങൽ കാലയളവിൽ കേരളത്തിലും മഴ ലഭിക്കുന്നുണ്ട്. നാം ഇതിനെ തുലാവർഷം എന്നാണ് വിളിക്കുന്നത്. അടുത്തത് മണ്ണ്. നദികളുടെയും തിരമാലകളുടെയും വിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന നിക്ഷേപണ മണ്ണാണ് തീരപ്രദേശത്ത് പൊതുവെ കാണപ്പെടുന്നത്. മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പും നിറവും ഉള്ള ലാറ്ററൈറ്റ് മണ്ണ്, കറുത്ത കളിമണ്ണും ജൈവാംശം കൂടിയ പീറ്റ് മണ്ണും പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്നു. കിഴക്കൻ തീരങ്ങളിൽ കൂടുതലും എക്കൽ മണ്ണാണ് കാണപ്പെടുന്നത്. ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ ചെങ്കൽ മണ്ണും കറുത്ത മണ്ണും കാണപ്പെടുന്നു. അടുത്തത് തീരപ്രദേശത്തെ മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗുജറാത്ത് തീരപ്രദേശത്ത് കറുത്ത മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, ലവണ മണ്ണ് എന്നിവ കാണാം. കൊങ്കൺ തീരപ്രദേശത്ത് കറുത്ത മണ്ണും ലാറ്ററൈറ്റ് മണ്ണും കാണാം. മലബാർ തീരപ്രദേശത്താണ് എക്കൽ മണ്ണും പീറ്റ് മണ്ണും കാണപ്പെടുന്നത്. കിഴക്കൻ തീരപ്രദേശത്താണ് തീരദേശ എക്കൽ മണ്ണ്, പവിഴ മണൽ മണ്ണ് എന്നിവ കാണപ്പെടുന്നത്. ആൻഡമാൻ നിക്കോബാർ സമുദ്രജന്യ മണൽ മണ്ണ്, എക്കൽ മണ്ണ് എന്നിവ കാണപ്പെടുന്നു. അടുത്തത് സസ്യജാലങ്ങളാണ്. തീരദേശ സസ്യങ്ങൾ. വരണ്ട തീരദേശ സസ്യങ്ങളുണ്ട്, ആർദ്ര തീരദേശ സസ്യങ്ങളുണ്ട്. തീരമണൽ പരപ്പുകളിലെ സസ്യങ്ങൾ, തീരദേശ പാറക്കെട്ടുകളിൽ സസ്യങ്ങൾ. വരണ്ട തീരദേശ സസ്യങ്ങൾ ഏതൊക്കെയാണ്? തീര മണൽപ്പരപ്പുകളിലെ സസ്യങ്ങളും തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങളും. ആർദ്ര തീരദേശ സസ്യങ്ങളാണ് കണ്ടൽക്കാടുകൾ, ലവണ ചതുപ്പ് നിലങ്ങളിലെ സസ്യങ്ങൾ, കടൽ പായലുകൾ, കടൽ സസ്യം, കോറൽ പോളിപ്സ് എന്നിവ. കണ്ടൽക്കാടുകൾ തീരത്തിൻ്റെ ശ്വാസകോശം ആകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ഏകദേശം 380 കിലോമീറ്റർ തീരപ്രദേശത്ത് കണ്ടൽക്കാടുകളുണ്ട്. പശ്ചിമ സംഹാര തീരത്തെ ഗംഗാ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളാണ്. അന്താരാഷ്ട്ര കണ്ടൽ ദിനം ജൂലൈ 26 ധാതു നിക്ഷേപം. ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് തുടങ്ങിയവയാണ് തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന ധാതു നിക്ഷേപം. കൂടാതെ ആണവ ഇന്ധനമായ യുറേനിയം, വേർതിരിച്ചെടുക്കാവുന്ന മോണോസൈറ്റ് പോലുള്ള അപൂർവ വസ്തുക്കളും തീരദേശ കരിമണലിൽ കാണുന്നു. കൊല്ലം ജില്ലയിലെ ചവറയും ഒഡീഷയിലെ തമിഴ്നാടും ചില തീരങ്ങളിലും ഇത്തരം കരിമണൽ നിക്ഷേപമുണ്ട്. ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ലക്ഷദ്വീപ്. ഇത്രയുമാണ് ഈ ഓഡിയോ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇന്നത്തെ ചാപ്റ്ററോട് കൂടി 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ 8th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ഭാഗത്തു നിന്നുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ ഓഡിയോ ആയിട്ട് ഉൾപ്പെടുത്തുന്നത്. താങ്ക് യു.